90% ആൾക്കാർ ഉപയോഗിക്കുന്നത് മൊബൈൽ ഡാറ്റയാണ്. കുറഞ്ഞ ആൾക്കാരാണ് വൈഫൈ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് കിട്ടുന്നത് 1 GB ഡാറ്റ, അല്ലെങ്കിൽ 1.5 GB ഡാറ്റ, അല്ലെങ്കിൽ 2 GB ഡാറ്റ ഒരു ദിവസം. ഈ ഡാറ്റ അത് എത്രയായാലും അത് വേഗം അങ്ങ് തീർന്നു പോകുക. ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് തീർന്നു പോകും, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് തീർന്നു പോകും. പിന്നെ ഒരു മെസ്സേജ് അയക്കാനൊന്നും ഡാറ്റ ഉണ്ടാകില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് അങ്ങ് തീർന്നു എന്ന്? ഇത് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ട വഴിയുണ്ട്. അതിനുള്ളൊരു വഴിയാണ് ഈ വീഡിയോ. നിങ്ങളെ ഫോണിൽ ചില സെറ്റിങ്സുകൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതിലും ഡബിൾ ടൈം എന്നൊന്നും പറയില്ല, എന്നാലും കൂടുതൽ ടൈം നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാനാവും. അതെന്തൊക്കെയാണ് സെറ്റിങ്സ് നമ്മളൊന്ന് നോക്കുക. നമ്മളൊക്കെ ഫോണിൽ ഉണ്ടാകുന്ന സംഗതികളാണ് ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം. ഇതിൽ ഏതെങ്കിലും 2 ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. അപ്പം നമുക്ക് ഈ 4 സംഗതികളിലുള്ള സെറ്റിങ്സ് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എത്രത്തോളം ഡാറ്റ നമുക്ക് സേവ് ചെയ്യാനാവും അതൊന്ന് നോക്കുക. ആദ്യം നമുക്ക് യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിലുള്ള വീഡിയോ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പ്ലേ ചെയ്യാണ്ട് തന്നെ ഇതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അതൊന്ന് നിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡാറ്റ സേവ് ചെയ്യാനാവും. അത് കൂടാണ്ട് ഹൈ ക്വാളിറ്റിയിലാണ് നമുക്ക് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാനാവുക. അതൊന്ന് റെഡ്യൂസ് ചെയ്താലും കുറച്ച് ഡാറ്റ സേവ് ചെയ്യാനാവും. അതെങ്ങനെ ചെയ്യാനാവുക? അതിൻ്റെ സെറ്റിങ്സ് എവിടെയുള്ളത്? അതിന് യൂട്യൂബിൽ മേലെ വലത് ഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിലേക്ക് പോവുക. താഴെ ഭാഗത്ത് സെറ്റിങ്സ് കാണും, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ ഡാറ്റ സേവിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, ജനറലിൻ്റെ താഴെയായിട്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇതൊന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ ചെയ്യുന്ന വീഡിയോ ഒക്കെ റെഡ്യൂസ് ചെയ്ത് കുറഞ്ഞ ക്വാളിറ്റിയിൽ നമ്മളെ നെറ്റിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് പ്ലേ ചെയ്യിക്കാനാവും. എന്നിട്ടൊന്ന് ബാക്ക് വരിക. എന്നിട്ട് ജനറൽ എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്ലേ ബാക്ക് ഫീഡ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഓഫ് കൊടുക്കുക. നിങ്ങൾ വൈഫൈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൈഫൈ ഓൺലിയിലേക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓഫ് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂസ് ഫീഡിൽ ഓട്ടോ പ്ലേ ആകുന്നത് ഒക്കെ ഒഴിവാക്കാം. ഒരുപാട് ഡാറ്റ നമുക്ക് സേവ് ചെയ്യാനാവും. ഇനി രണ്ടാമത് നമുക്ക് ഫേസ്ബുക്ക് എടുക്കാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ 3 ലൈന് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയിട്ട് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ മീഡിയ എന്നുള്ളൊരു ഭാഗമുണ്ട്. ഈ മീഡിയ ഓപ്പൺ ചെയ്യുക. മീഡിയ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡാറ്റ സേവർ എന്നുള്ള ഇതൊന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് വീഡിയോ, ഫോട്ടോ ഒക്കെ റെഡ്യൂസ് ചെയ്ത് കുറഞ്ഞ ക്വാളിറ്റിയിൽ നന്നായിട്ട് തന്നെ പ്ലേ ചെയ്യാനാവും. അതുപോലെ തന്നെ ഓട്ടോ പ്ലേ എന്നുള്ളത് മൊബൈൽ ഡാറ്റ വൈഫൈ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നെവർ ഓട്ടോ പ്ലേ വീഡിയോസിലാക്കി കൊടുക്കുക. വൈഫൈ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓൺലി വൈഫൈ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. തിരിഞ്ഞു കാണാം. ഇനി നമുക്ക് റെഗുലറായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന വാട്സപ്പ്. ഈ വാട്സപ്പിൽ പോവാം. വാട്സപ്പ് പോയിട്ട് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് പോവുക. മേലെ നമ്മളെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് താഴെ ഭാഗത്തേക്ക് പോയാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഭാഗം കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴെ ഭാഗത്ത് 3 ഓപ്ഷൻ കാണാം. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, വെൻ കണക്റ്റഡ് വൈഫൈ. ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിലൊക്കെ ടിക്ക് മാർക്ക് ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ടിക്ക് മാർക്കിലാണ് ഉണ്ടാകുക. ഈ ടിക്ക് മാർക്ക് അങ്ങ് ഒഴിവാക്കി കളയുക, ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചവറ് സകല ഫോട്ടോയും വീഡിയോ ഒക്കെ ഈ ഗ്രൂപ്പിലൊക്കെ ഇഷ്ടംപോലെ വരും. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫോണിൽ സേവ് ആവും, ഡൗൺലോഡ് ആവും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകുകയില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മാനുവലായിട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കാണുമോ, സേവ് ചെയ്യുമോ എന്ത് വേണം ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ഡാറ്റ സേവ് ചെയ്യാനാവും. ഇനി നമുക്ക് ഇൻസ്റ്റഗ്രാം എടുക്കുക. ഇൻസ്റ്റഗ്രാം ഒരുപാട് ആൾക്കാർ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാമിൽ എന്താ ചെയ്യേണ്ടത്? ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെ ഭാഗത്ത് നമ്മളെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മേലെ 3 ലൈന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അക്കൗണ്ട് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അക്കൗണ്ട് സെലക്ട് ചെയ്താൽ ഇവിടെ മൊബൈൽ ഡാറ്റ യൂസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡാറ്റ സേവർ എന്നുള്ള ഈ ഭാഗം ഓഫിലുണ്ടാകുക, അതൊന്ന് ഓണായി കൊടുക്കുക. അവിടെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കാണുന്നവരായാലും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരും അതിൻ്റെ ഹോം പേജിലായാലും ഒരുപാട് ഡാറ്റ നമുക്ക് സേവ് ചെയ്യാനാവും. ഇങ്ങനെ ഈ 4 ഭാഗത്തുള്ള സെറ്റിങ്സിൽ മാറ്റം വരുത്തുന്നതിൽ കൂടെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതിലും കൂടുതൽ ടൈം നിങ്ങൾക്ക് നിങ്ങളെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാനാവും. സംഭവം അങ്ങനെ അടിപൊളിയല്ലേ? അപ്പോൾ എൻജോയ്. വീഡിയോ ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ട്. ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.